വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു നല്ല ബീഫ് കറിയാണ്. തനി നാടൻ സ്റ്റൈലിലൊരു ബീഫ് കറി. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കാറുള്ളൊരു ബീഫ് കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പറാട്ടാസിൻ്റെ കൂടെയും അല്ല ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു കറി. അപ്പോൾ ഇത് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ ബീഫാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബീഫ് നമുക്ക് പ്രഷർ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. യൂഷ്വലി ഒരു 4-5 വിസിലാണ് അതിൻ്റെ പരുവം. പിന്നെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേവുന്ന പോലെ ഇത് വേവിച്ചെടുക്കാം. ബീഫ് വേവിക്കാനായിട്ട് ഞാനൊന്നും ഇടത്തില്ല, സോൾട്ടും പെപ്പറും ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വേവിച്ചെടുക്കുക. ഇത് നമ്മൾ കറിയായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ബീഫിൽ നിന്ന് സ്റ്റോക്ക് ഇറങ്ങും. അപ്പോൾ ആ ഗ്രേവി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് കയറാം. ഇവിടെ ഞാനൊരു കടായി എടുത്തേക്കാണ്. ഇതിലേക്ക് നമുക്ക് ബാക്കി വഴച്ചലും ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. എപ്പോഴും ബീഫ് കറി നാടൻ സ്റ്റൈലിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് കോക്കനട്ട് ഓയിൽ തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇവിടെ എടുത്തേക്കുന്നത് 1/2 ടീസ്പൂൺ കടുകും പിന്നെ ഒരു 3-4 പീസസ് ഉലുവ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഉലുവായും കടുകും കൂടി ഇടുക. ഉലുവ കൂടി പോകരുത്, ബീഫിന് വളരെ കുറച്ച് 2-3 പീസ് മാത്രം മതി. അതിലേക്ക് ഉലുവായും കടുകും കൂടെ ആഡ് ചെയ്യാം. ഉലുവായും കടുകും പൊട്ടിത്തുടങ്ങി. ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത് അതിനകത്തേക്ക് ചേർക്കാം. അതിനൊപ്പം തന്നെ ഒരു 1.5 സവോള നീളത്തിലരിഞ്ഞത് അതും ഇതിൻ്റെ കൂടെ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചുവന്നുള്ളിക്ക് പകരം, ചുവന്നുള്ളി എല്ലാവർക്കും അരിയാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സവോള മാത്രം ചേർത്താലും മതി. ചുവന്നുള്ളിയാണ് ഒന്നുകൂടെ ടേസ്റ്റി. നാടൻ കറിക്ക് എപ്പോഴും ടേസ്റ്റ് വൈസ് ഉള്ളത് ചുവന്നുള്ളിയാണ്. ഉള്ളി വഴറ്റുമ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യാം. സോൾട്ട് ഇടുമ്പം ഉള്ളിയിലെ വെള്ളം പെട്ടെന്ന് റിലീസായി ഉള്ളി പെട്ടെന്ന് കുക്കാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ഇടുന്നത്. എപ്പോഴും പറയാറുള്ളതാണ്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് അത് ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഇടയ്ക്ക് പറയുന്ന. ചുവന്നുള്ളിയും സവോളയും ഗോൾഡൻ ബ്രൗൺ കളറായി. ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ 1 കിലോ ബീഫാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു 2.5 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു 15 അല്ലി വെളുത്തുള്ളി ഉണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്യാം. ഈ ക്രഷ് ചെയ്ത മിക്സ്ചർ, ഇഞ്ചി വെളുത്തുള്ളിയുടെ മിക്സ്ചറും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. പച്ചമണം നന്നായിട്ട് മാറുന്നത് പെട്ടെന്ന് മാറും. ബിക്കോസ് ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആയിട്ട് ഇരിക്കുന്നത്, നല്ല ഹീറ്റിലാണ് പാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് റോ സ്മെല്ല് പോയി കിട്ടും. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ റോ സ്മെല്ല് പോയി നല്ലൊരു മണം, നല്ല മൂത്തൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലകളിടാം. ഞാനിവിടെ എടുത്തേക്കുന്ന 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കുന്നത്. നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതിയാവും. 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, മസാല ഇട്ട ശേഷം ഇതിനകത്തേക്ക് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്യാം. കുറച്ച് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ആഡ് ചെയ്യും.
മസാല മൂത്ത് പോകാതിരിക്കാൻ നോക്കുക, കരിഞ്ഞു പോകാതിരിക്കാൻ നോക്കുക. വേണമെങ്കിൽ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ നമ്മുടെ മസാലയും നന്നായിട്ട് മൂത്തു. ഇവിടെ ബീഫും നന്നായിട്ട് കുക്കായിട്ടിരിക്കുക. അപ്പോൾ ഇത് ഈ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് മിക്സറിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ആദ്യം ഞാൻ ആ സ്റ്റോക്ക് മാത്രമേ ചേർത്തുള്ളൂ. ആ സ്റ്റോക്ക് ചേർത്ത് ഈ മിക്സർ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അത് കഴിയുമ്പം മീറ്റിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നോക്കിയാൽ ബീഫ് 3/4 അല്ല, ഒരു 90% കുക്ക്ഡാണ്. ഓക്കെ, കുറച്ചും കൂടെ വേവണം. നമ്മൾ ഇതിനകത്ത് കിടന്ന് ഈ അരപ്പ് നന്നായിട്ട് പിടിക്കാനായിട്ട് ഒരു 10-20 മിനിറ്റ് അതിനകത്ത് വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി ആ ഒരു പരുവത്തിൽ നമ്മൾ എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 5 വിസിൽ വന്നു. വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തു. ഇവിടെ ആവശ്യത്തിന് സോൾട്ട് ചേർക്കാം. ഗരം മസാല 3/4 ടീസ്പൂൺ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സെയിം ഗരം മസാലയാണ്. ഞാനിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ബീഫിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അത് വെള്ളം ചേർക്കണമെങ്കിൽ ചൂടുവെള്ളം എക്സസ് വേണമെങ്കിൽ ചേർക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം ചേർത്ത് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം നീട്ടാം. ഇനി നമുക്ക് ചേർക്കാനുള്ള ലാസ്റ്റ് ഫ്യൂ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പെപ്പർ പൗഡർ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇവിടെ ഞാനൊരു ഇൻഗ്രീഡിയൻ്റ് ഇടാൻ വിട്ടുപോയി. ആക്ച്വലി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ആദ്യം ചേർക്കേണ്ട. നമ്മൾ മസാല പൊടികൾ ഇടുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ അത് ഞാൻ വിട്ടുപോയതുകൊണ്ട് ഞാനിപ്പോൾ ഇച്ചിരി ആഡ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനൊപ്പം തന്നെ കായംപൊടി നമ്മളൊരു 1/8 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതുകൂടെ കൂടെ ചേർക്കാം. ചെറിയ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഈ അരപ്പ് ഇതിനകത്തേക്ക് ബീഫിലേക്ക് പിടിക്കുന്ന പോലെ ഒരു 20 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നോക്കിയാൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു, നല്ലൊരു മണമാണ്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്തോണം. നല്ല പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കറി, അല്ലെങ്കിൽ കപ്പ വേവിച്ചത് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റിയാണ്. ഗ്രേവിയുടെ കളർ കാണുമ്പം തന്നെ ഇതിങ്ങനെ കഴിക്കാൻ തോന്നുന്ന ടൈപ്പ് ഒരു കറിയായത്. അപ്പോൾ ഇവിടെ നല്ല മണമുള്ള ഈ ബീഫ് കറി, തനി നാടൻ സ്റ്റൈലിൽ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇത് നല്ല മൊരിഞ്ഞ പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി, ഇടിയപ്പം, പുട്ട്, അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ, അല്ലെങ്കിൽ കപ്പ വേവിച്ച് അതിൻ്റെ കൂടെയൊക്കെ എക്സലൻറ്റ് കോമ്പിനേഷനാണ്. ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.